ഹരേ കൃഷ്ണ. ശ്രീമദ്ഭാഗവതം ചതുർത്ഥസ്കന്ധം 25-ാമത്തെ അധ്യായം, അതിൽ 45-ാമത്തെ ശ്ലോകം വരെ എടുത്തു. ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് നോക്കാം. അതുവരെയുള്ള ഭാഗങ്ങൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ്ഭാഗവതേ ചതുർത്ഥസ്കന്ധേ അഥ പഞ്ചവിംശോऽധ്യായഃ. മൈത്രേയ ഉവാച. ഇതി സന്ദിശ്യ ഭഗവാൻ ബാർഹിഷദൈരഭിപൂജിതഃ പശ്യതാം രാജപുത്രാണാം തത്രൈവാന്തർദധേ ഹരഃ. രുദ്രഗീതം ഭഗവതഃ സ്തോത്രം സർവേ പ്രചേതസഃ. ജപന്തസ്തേ തപസ്തേപുർവർഷാണാമയുധം ജലേ. പ്രാചീനബർഹിഷം ക്ഷത്തഃ കർമ്മസ്വാസക്തമാനസം. നാരദോऽധ്യാത്മതത്ത്വജ്ഞഃ കൃപാലുഃ പ്രത്യബോധയത്. ശ്രേയസ്ത്വം കഥമദ്രാജൻ കർമ്മണാത്മന ഈഹസേ. ദുഃഖഹാനിഃ സുഖാവാപ്തി ശ്രേയസ്തന്നേഹ ചേഷ്യത്തെ. രാജോവാച. ന ജാനാമി മഹാഭാഗ പരം കർമാപവിദ്ധധീ. ബ്രൂഹി മേ വിമലം ജ്ഞാനം യേന മുച്ഛേദ കർമ്മഭിഃ. ഗൃഹേഷു ഗൂഢധർമ്മേഷു പുത്രദാരധനാർത്ഥധീ. ന പരം വിന്ദതേ മൂഢോ ഭ്രാമ്യൻ സംസാരവത്മസു. നാരദ ഉവാച. ഭോ ഭോ പ്രജാപതേ രാജൻ പശൂൻ പശ്യത്വയാധ്വരേ. സജ്ഞാപിതാൻ ജീവസംഖാൻ നിർഘൃണേന സഹസ്രശഃ. അത്ര തേ കഥയിഷ്യേമും ഇതിഹാസം പുരാതനം. പുരഞ്ജനസ്യ ചരിതം നിബോധഗതോ മമ. ആസീത് പുരഞ്ജനോ നാമ രാജാ രാജൻ ബൃഹശ്രവാഃ. തസ്യാവിജ്ഞാതനാമാസീത് സഖാവിജ്ഞാതചേഷ്ടിതഃ. സോന്വേഷമാണഃ ശരണം ബഭ്രാമ പൃഥിവീം പ്രഭുഃ. നാനുരൂപം യദാ വിന്ദദഭൂത് സ വിമനാ ഇവ. ന സാധു മേ നേതാ സർവാ ഭൂതലേ യാവതീ പുരാ. കാമാൻ കാമയമാനോऽസൗ തസ്യ തസ്യോപപത്തയേ. സ ഏകദാ ഹിമവതോ ദക്ഷിണേഷ്വഥ സാനുഷു. ദദർശ നവഭിർദ്വാർഭിഃ പുരം ലക്ഷിതലക്ഷണാം. പ്രാകാരോപവനാട്ടാല പരിവൃഖൈരക്ഷതോരണൈഃ. സ്വർണ്ണരൗപ്യായസൈഃ ശൃംഗൈഃ സംകുലാം സർവതോ ഗൃഹൈഃ. നീലസ്ഫടികവൈഡൂര്യമുക്താമരതകാരുണൈഃ. ക്ലിപ്തഹർമ്മ്യസ്ഥലീം ദീപ്താം ശ്രിയാ ഭോഗവതീമിവ. സഭാചത്വരരഥ്യാഭിരാക്രീഡായതനാപണൈഃ. ചൈത്യധ്വജപതാകാഭിര്യുക്നാം വിദ്രുമവേദിഭിഃ. പുര്യാസ്തു ബാഹ്യോപവനെ ദിവ്യദ്രുമലതാകുലേ. ന തദ്വിഹംഗാളികുലകോലാഹലജലാശയേ. ഹിമനിർഝരവിപ്ലുഷ്മൽകുസുമാകരവായുനാ ചലൽപ്രവാളവിടവനളിനീതടസമ്പദി. നാനാരണ്യമൃഗവ്രാതൈര അനാബാധേ മുനിവ്രതൈഃ. ആഹൂതം മന്യതേ പാന്ഥോ യത്ര കോകിലകൂജിതൈഃ. യദൃച്ഛയാഗതാം തത്ര ദദർശ പ്രമദോത്തമാം. ഭൃത്യേർദശഭിരായാന്തീമേകൈകശതനായകൈഃ. പഞ്ചശീർഷാഹിനാ ഗുപ്താം പ്രദീഹാരേണ സർവതഃ. അന്വേഷമാണാമൃഷഭ അപ്രൗഢാം കാമരൂപിണീം. സുനാസാം സുദതീം ബാലാം സുകപോലാം വരാനനാം. സമവിന്യസ്തകർണാഭ്യാം ബിഭ്രതീം കുണ്ഡലശ്രിയം. വിശങ്കനീവീം സുശ്രോണീം ശ്യാമാം കനകമേഖലാം. പദ്ഭ്യാം കുണദ്ഭ്യാം ചലതീം നൂപുരൈർദേവതാമിവ. സ്തനൗ വ്യഞ്ജിതകൈശോരൗ സമവൃത്തൗ നിരന്തരൗ. വസ്ത്രാന്തേന നിഗൂഹന്തീം വ്രീഡയാഗജഗാമിനീം. താമാഹലളിതം വീരഃ സവ്രീഡസ്മിതശോഭനാം. സ്നിഗ്ധേനാപാംഗപുംഖേന സ്പൃഷ്ടപ്രേമോദ്ഭ്രമദ്ഭ്രുവാ. കാത്വം കഞ്ചബലാസാക്ഷി കസ്യാസീഹ കുതസ്സതി. ഇമാമുപപുരീം ഭീരു കിം ചികീർഷസി ശംസമേ. കയേതേനുപഥായേന ഏകാദശ മഹാഭടാ. ഏതാവാലനാഃ സുഭ്രൂ കോയം തേഹി പുരസ്സരഃ. ത്വം ഹ്രീർഭവാന്യസ്യഥവാഗ്രമാപതിം വിചിന്വതി കിം മുനിവദ്രഹോ വനെ. ത്വദംഘ്രികാമാപ്തസമസ്തകാമം ക്വ പത്മകോശപതിതക്കരാഭ്യാം. നാസാം വരോർവന്യതമാ ഭുവി സ്പൃക് പുരീമിമാം വീരവരേണ സാകം. അർഹസ്യലം കർത്തുമദഭ്രകർമ്മണാ ലോകം പരം ശ്രീരിവ യജ്ഞപുംസാ. യദേഷമാവാംഗവിഖണ്ഡിതേന്ദ്രിയം സവ്രീഡഭാവസ്മിതവിഭ്രമദ്ഭ്രുവാ. ത്വയോപസൃഷ്ടോ ഭഗവാൻ മനോഭവഃ
പ്രഭാതതേധാനുഗൃഹാണ ശോഭനേ തദാനനം ശുഭ്രസുതാരലോചനം വ്യാളംബിനീലാളകവൃന്ദസംവൃതം ഉന്നീയ മേ ദർശയ വൽഗുവാചകം യദ്വ്രീഡയാനാഭിമുഖം ശുചിസ്മിതേ. നാരദ ഉവാച ഇത്തം പുരഞ്ജനം നാരീ യാജമാനമധീരവത് അഭ്യനന്ദത തം വീരം ഹസന്തി വീരമോഹിത ന വിദാമ വയം സമ്യക് കർത്താരം പുരുഷശ്രഭ ആത്മനശ്ച പരസ്യാപി ഗോത്രം നാമ ചയൽകൃതം ഇഹാദ്യസന്തമാത്മാനം വിദാമന തതഃപരം യേനേയം നിർമ്മിതാ വീര പുരീശരണമാത്മനഃ ഏതേ സഖായ സഖ്യോ മേ നരാനാര്യശ്ച മാനദ സുപ്തായാം മയി ജാഗർത്തി നാഗോയം പാലയൻ പുരീം ദിഷ്ട്യാഗതോസി ഭദ്രം തേ ഗ്രാമ്യൻ കാമാനഭീപ്സസേ ഉദ്വഹിഷ്യാമി താം സ്തേഹം സ്വബന്ധുഭിരരിംദമ ഇമാം ത്വമധിതിഷ്ഠസ്വ പുരീം നവമുഖീം വിഭോ മയോപനീതാൻ ഗൃഹാന കാമഭോഗാൻ ശതം സമാഹ കം നുത്വദന്യം രമയേ ഹ്യരതിജ്ഞമകോവിദം അസംപരായാഭിമുഖമശ്വസ്തനവിദം പശും ധർമ്മോ ഹ്യത്രാർത്ഥകാമോ ച പ്രജാനന്ദോമൃതം യശഃ ലോകാവിശോകാവിരജാ യാന്ന കേവലിനോ വിദുഃ പിതൃദേവർഷിമർത്യാനാം ഭൂതാനാമാത്മനശ്ചഃ ക്ഷേമ്യം വദന്തി ശരണം ഭവേസ്മിൻ യദ്ഗൃഹാശ്രമഃ കാ നാമ വീരവിഖ്യാതം വദാന്യം പ്രിയദർശനം ന വൃണീത പ്രിയം പ്രാപ്തം മാതൃശീ ത്വാദൃശം പതിം കസ്യാമനസ്തേ ഭുവി ഭോഗി ഭോഗയോ സ്ത്രിയാ ന സജ്ജേദ്ഭുജയോർമഹാഭുജ യോ നാഥവർഗാധിമലം ഘൃണോദ്ധത് സ്മിതാവലോകേന ചരത്യപോഹിതം. നാരദ ഉവാച ഇതി തൗ ദമ്പതി തത്ര സമുദ്യസമയം മിഥഃ താം പ്രവിശ്യ പുരീം രാജൻ മുമുദാതേ ശതം സമാഹ. ഉപഗീയമാനോ ലളിതം തത്ര തത്ര ച ഗായകൈഃ ക്രീഡൻ പരിവൃതസ്ത്രീഭിർഹൃദിനീമാവിശച്ശുചൗ സപ്തോപരികൃതാദ്വാരഃ പുരസ്തസ്യാസ്തു ദ്വേ അധഃ പൃഥക് വിഷയഗത്യർത്ഥം തസ്യാം യഃ കശ്ചനേശ്വരഃ. ഇനി അടുത്ത 46-ാമത്തെ ശ്ലോകമാണ് എടുക്കാനുള്ളത്. പഞ്ചദ്വാരസ്തു പൗരസ്ത്യ ദക്ഷിണൈകാ തഥോത്തര പശ്ചിമേ ദ്വേ അമൂഷാം തേ നാമാനി നൃപവർണ്ണയേ. പഞ്ചദ്വാരസ്തു പൗരസ്ത്യ ദക്ഷിണൈകാ തഥോത്തര പശ്ചിമേ ദ്വേ അമൂഷാം തേ നാമാനി നൃപവർണ്ണയേ. അപ്പോൾ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു ആ ശരീരത്തിലെ ദ്വാരങ്ങളെ ഒരു പുരത്തിൻ്റെ ദ്വാരങ്ങളായിട്ട് കൽപ്പിച്ചുകൊണ്ട് ആ മന്ദിരത്തിൽ ഉടമസ്ഥനായിട്ട് യാതൊരുവനുണ്ടോ അദ്ദേഹത്തിൻ്റെ യാത്രാസൗകര്യാർത്ഥം മുകൾ ഭാഗത്ത് 7 കീഴ്ഭാഗത്ത് 2 ദ്വാരങ്ങൾ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ അല്ലയോ നൃപ പഞ്ചദ്വാരസ്തു പൗരസ്ത്യ ആ ദ്വാരങ്ങൾ 5 ദ്വാരങ്ങൾ കിഴക്ക് ഭാഗത്ത് പൗരസ്ത്യ ദക്ഷിണൈകാ തഥോത്തര ദക്ഷിണഭാഗത്തും അതുപോലെ 5 ദ്വാരങ്ങൾ തഥാ കിഴക്ക് ഭാഗത്ത് പൗരസ്ത്യ ദക്ഷിണൈകാ തഥോത്തര പശ്ചിമേ ദ്വേ അമൂഷാം തേ. അപ്പം 5 ദ്വാരങ്ങൾ കിഴക്ക് ഭാഗത്തും 1 ആണ് ഏകാ ദക്ഷിണൈക ദക്ഷിണഭാഗത്ത് 1 തെക്ക് ഭാഗത്ത് 1 പിന്നെ തഥോത്തര അതുപോലെ 1 ഉത്തരഭാഗത്തും വടക്ക് ഭാഗത്തും പിന്നെ പശ്ചിമേ ദ്വേ 2 ആ പശ്ചിമ ഭാഗത്ത് പടിഞ്ഞാറേ ഭാഗത്ത് അമൂഷ ഇവയുടെയെല്ലാം പേരുകൾ വിസ്തരിച്ച് പറഞ്ഞു തരാം. ഈ ദ്വാരങ്ങളുടെയൊക്കെ പേരുകൾ വിസ്തരിച്ച് പറഞ്ഞു തരാമെന്ന് പറയണം. പഞ്ചദ്വാരസ്തു പൗരസ്ത്യ ദക്ഷിണൈക തഥോത്തര പശ്ചിമേ ദ്വേ അമൂഷാം തേ നാമാനി നൃപവർണ്ണയേ. അല്ലയോ രാജാവേ 5 ദ്വാരങ്ങൾ പഞ്ചദ്വാരാത്തു 5 ദ്വാരങ്ങൾ കിഴക്ക് ഭാഗത്തും 1 വീതം ദക്ഷിണഭാഗത്തും അതുപോലെ വടക്ക് ഭാഗത്തും പിന്നെ പശ്ചിമേ ദ്വേ പടിഞ്ഞാറ് ഭാഗത്ത് 2 ഇങ്ങനെ ഇവയുടെയെല്ലാം തേ നാമാനി അവരുടെയെല്ലാം നാമങ്ങളെ പേരുകളെ നൃപവർണ്ണയെ ഞാൻ വിസ്തരിച്ച് പറഞ്ഞു തരാമെന്ന് പറയും. അപ്പോൾ ഹേ നൃപ അല്ലയോ രാജൻ
പഞ്ച 5 ദ്വാരഃ തു ദ്വാരങ്ങൾ പൗരസ്ത്യാഹ കിഴക്ക് ഭാഗത്തും ഏക 1 ദക്ഷിണ തെക്ക് ഭാഗത്തും തഥാ 1 ഉത്തര വടക്ക് ഭാഗത്തും ദ്വേ 2 പശ്ചിമേ പടിഞ്ഞാറ് ഭാഗത്തും അമൂഷാം ഇവയുടെയെല്ലാം നാമാനി പേരുകൾ വർണ്ണയെ വിസ്തരിച്ച് പറഞ്ഞു തരാം. ഒന്നും കൂടി പറയാം. ഹേ നൃപ അല്ലയോ രാജൻ, പഞ്ച 5 ദ്വാരഃ തു ദ്വാരങ്ങൾ പൗരസ്ത്യാഹ കിഴക്ക് ഭാഗത്തും ഏക 1 ദക്ഷിണ തെക്ക് ഭാഗത്തും തഥാ 1 ഉത്തര വടക്ക് ഭാഗത്തും ദ്വേ 2 പശ്ചിമേ പടിഞ്ഞാറ് ഭാഗത്തും അമൂഷാം ഇവയുടെയെല്ലാം നാമാനി പേരുകൾ വർണ്ണയെ വിസ്തരിച്ചു തരാം. അപ്പോൾ ഇതിൽ തന്നെ വന്നിട്ട് ഹേ നൃപ പഞ്ചദ്വാരഃ തു പൗരസ്ത്യാഹ ഏകാ ദക്ഷിണ തഥാ ഉത്തര ദ്വേ പശ്ചിമേ അമൂഷാം നാമാനി വർണ്ണയെ. ഹേ നൃപ പഞ്ചദ്വാരഃ തു പൗരസ്ത്യാഹ ഏകാ ദക്ഷിണ തഥാ ഉത്തര ദ്വേ പശ്ചിമേ അമൂഷാം നാമാനി വർണ്ണയെ. അല്ലയോ രാജൻ, 5 ദ്വാരങ്ങൾ കിഴക്ക് ഭാഗത്തും 1 തെക്ക് ഭാഗത്തും 1 വടക്ക് ഭാഗത്തും 2 പടിഞ്ഞാറ് ഭാഗത്തും ഇവയുടെ എല്ലാം പേരുകൾ അങ്ങക്ക് വിസ്തരിച്ച് പറഞ്ഞു തരാം എന്നുള്ളതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. അപ്പോൾ അവയിൽ 5 ദ്വാരം മുൻവശത്താണ്. 1 വലതുവശത്തേക്കും മറ്റത് ഇടതുവശത്തേക്കും ഉള്ളതാണ്. 2 പിൻഭാഗത്തേക്കുള്ളതാണ്. രാജൻ, ഞാൻ അവയുടെ പേർ വർണ്ണിച്ച് പറഞ്ഞു തരാം. അപ്പോൾ രാജധാനിയിൽ 9 ദ്വാരങ്ങളുണ്ടെന്ന് പറഞ്ഞു. ആ ദ്വാരങ്ങൾ ഏതേത് സ്ഥാനങ്ങളിലാണെന്ന് കാണിക്കുന്നു. ഇതൊക്കെ പറഞ്ഞതാണല്ലോ. അപ്പോൾ ശരീരപക്ഷത്തിൽ നേത്രങ്ങളും നാസികകളും മുൻഭാഗം. അപ്പോൾ ആ മാർഗങ്ങളുടെ ദ്വിഭാഗങ്ങളെ പറ്റിയിട്ട് പറയുകയാണ്. മുകളിലുള്ള 7 ദ്വാരങ്ങളിൽ 5 മാർഗം കിഴക്ക് ഭാഗത്തും 1 തെക്ക് ഭാഗത്തും 1 വടക്കും ആകുന്നു. 1 വടക്ക് ഭാഗത്തുമാകുന്നു. താഴത്തെ ദ്വാരങ്ങൾ 2 പടിഞ്ഞാറ് ഭാഗത്തുമാണ്. അവയുടെ നാമധേയങ്ങളും അങ്ങയോട് പറയാം എന്ന് പറയുകയാണ്. അപ്പോൾ ഇതിലത്തെ അന്വയം വന്നിട്ട് ഇവിടെ കഴിഞ്ഞതിൽ പറഞ്ഞു തവ ഭുജയോ കസ്യാ സ്ത്രീയാ മനോ സജ്ജേ നാരദ ഉവാച വ്രാജ. ഇപ്പോൾ ഇവിടെ തത്ര തത്ര പൂർവതഃ തത്ര പഞ്ചപൂർവതഃ. ആ കിഴക്ക് ഭാഗത്തേക്ക് 5 ദ്വാരങ്ങൾ. തത്ര പഞ്ചപൂർവതഃ ദ്വേ ദക്ഷിണോത്തരേ. 2 ദ്വാരങ്ങൾ, 1 ദക്ഷിണത്തിലേക്കും 1 ഉത്തരത്തിലേക്കും അങ്ങായിട്ട് 2 ദ്വാരങ്ങൾ. പശ്ചിമേ ദ്വേ പടിഞ്ഞാറ് ഭാഗത്ത് 2 ദ്വാരങ്ങൾ. ഇവയാണുള്ളത്. തത്ര തത്ര പൂർവതഃ ദ്വേ ദക്ഷിണോത്തരേ പശ്ചിമേ ദ്വേ എന്നുള്ളതാണ് വ്യാഖ്യാനം. അതായത് അവിടെ തത്ര പഞ്ചപൂർവതഃ അവിടെ 5 ദ്വാരങ്ങൾ കിഴക്ക് ഭാഗത്തേക്ക്. ദ്വേ ദക്ഷിണോത്തരേ 2 1 ദക്ഷിണത്തിലേക്കും 1 ഉത്തരത്തിലേക്കും ഉത്തരഭാഗത്തും തെക്കും വടക്കും. പിന്നെ പശ്ചിമേ ദ്വേ ഇതാണ് അടുത്ത വ്യാഖ്യാനം വന്നിട്ട്. തത്ര തത്ര പൂർവതഃ ദ്വേ ദക്ഷിണോത്തരേ പശ്ചിമേ ദ്വേ. അപ്പോൾ ആ മന്ദിരത്തിൻ്റെ ശരീരത്തിലെ ദ്വാരങ്ങളെ ഒരു പുരത്തിൻ്റെ ദ്വാരങ്ങളായിട്ട് കൽപ്പിച്ചുകൊണ്ട് പറയുകയാണ്.
പഞ്ചദ്വാരസ്ഥ പൗരസ്ത്യ, അല്ലയോ രാജൻ, ഇവയിലെ ആ 2 കണ്ണുകൾ, 2 നാസാദ്വാരങ്ങൾ, മുഖം എന്നീ 5 എണ്ണം കിഴക്ക് ഭാഗത്തേക്ക് അഭിമുഖമായിട്ട്, പിന്നെ 2 ചെവികൾ, ഒന്ന് തെക്കോട്ടും ഒന്ന് വടക്കോട്ടും, പിന്നെ ബാക്കി 2 എണ്ണം ആ ഉദവും ഉപസ്ഥവും, അത് പടിഞ്ഞാട്ടുമാണ്. അവയുടെ സാങ്കേതിക സംജ്ഞകൾ അങ്ങക്ക് പറഞ്ഞു തരാം. പേരുകളൊക്കെ അങ്ങക്ക് പറഞ്ഞു തരാമെന്നാണ് പറയുന്നത്. ദക്ഷിണ പശ്ചാൽ പുരസ്ത്യക്, അവയുടെ ആ പേരുകളൊക്കെ അങ്ങക്ക് പറഞ്ഞു തരാമെന്നാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. അടുത്ത ശ്ലോകത്തിൽ ഖദ്യോതാവിർമുഖി പ്രാഗ് ദ്വാരാവേഗത്ര നിർമ്മിതേ വിഭ്രാജിതം ജനപദം യാതി താഭ്യാം ദ്യുമൽസഖ. ഇവിടെ ഒന്നുകൂടി പറയാം. ശരീരത്തിൻ്റെ ഉപരിഭാഗത്തായിട്ടുള്ള മുഖത്തിൽ നേത്രങ്ങൾ, ശ്രോത്രങ്ങൾ, നാസികകൾ, മുഖം, ഇങ്ങനെ 7 മധോഭാഗത്ത് ഗുദം, ലിംഗം, ഇങ്ങനെ 2ഉം കൂടി 9 വഴികൾ, രൂപഗന്ധ സ്പർശാദി വിഷയങ്ങളിലേക്ക് മുകളിലുള്ള വഴികളിൽ കൂടെയും രതിസുഖാനുഭവത്തിനും വിസർജനത്തിനുമായിട്ട് അധോമാർഗങ്ങളിൽ കൂടി ജീവൻ സഞ്ചരിക്കുമെന്ന് പറഞ്ഞു. ആ മാർഗങ്ങളുടെ ദിഗ്വിഭാഗങ്ങളെ പറയുകയാണ്. ഹേ രാജാവ്, മുകളിലുള്ള 7 ദ്വാരങ്ങൾ 5 മാർഗം കിഴക്ക് ഭാഗത്തോട്ടും, 1 തെക്കും 1 വടക്കും. താഴത്തെ ദ്വാരങ്ങൾ 2ഉം പടിഞ്ഞാറ് ഭാഗത്തുമാണ്. അവയുടെ ആ നാമധേയങ്ങൾ അങ്ങയോട് പറയാം. ശരീരപക്ഷത്തിൽ നേത്രങ്ങളും നാസികകളും മുൻഭാഗത്താകയാൽ അവയെ കിഴക്ക് മാർഗങ്ങൾ എന്ന് പറയുന്നു. വലത്തും ഇടത്തും ഭാഗത്തുള്ള ഓരോ കർണങ്ങളെ തെക്കും വടക്കുമുള്ള മാർഗങ്ങളാണെന്നും ഗുദം, ലിംഗം എന്ന ദ്വാരങ്ങളെ പടിഞ്ഞാറുള്ള മാർഗമാണെന്നും കൽപ്പിച്ച് ലിംഗം പൂർവ്വഭാഗത്താണെങ്കിലും ഗുദസാമീപ്യത്താലും കഥാചമത്കാരത്തിന് വേണ്ടിയും അത് പടിഞ്ഞാറാണെന്ന് സങ്കല്പിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ അടുത്ത ശ്ലോകത്തിൽ ഖദ്യോതാവിർമുഖി പ്രാഗ്ദ്വാരാവേഗത്ര നിർമ്മിതേ വിഭ്രാജിതം ജനപദം യാതി താഭ്യാം ദ്യുമൽസഖ. 47 ഖദ്യോത എന്നാണ് പേര്. ഖദ്യോത എന്നും ആവിർമുഖി എന്നും, ഖദ്യോത എന്നും ആവിർമുഖി എന്നും പേരുള്ള കിഴക്ക് ഭാഗത്തുള്ള 2 ദ്വാരങ്ങൾ ഏകത്ര ഒരേയിടത്ത് നിർമ്മിക്കപ്പെട്ടതാണ്. പ്രാഗ്ദ്വാരാവേഗത്ര നിർമ്മിതേ, ഒരേ ഭാഗത്ത് നിർമ്മിക്കപ്പെട്ടതാണ്. ഖദ്യോത എന്ന് പറയുന്നതും ആവിർമുഖി എന്നും പറയുന്ന കിഴക്ക് ഭാഗത്തേക്കുള്ള 2 ദ്വാരങ്ങൾ ഏകത്ര ഒരേ സ്ഥലത്ത് നിർമ്മിതേ. ദ്യുമത്സഖ, ദ്യുമാൻ എന്നതും സഖാവോടുകൂടിയ ആ പുരഞ്ജനൻ, ദ്യുമാൻ എന്ന സഖാവോടുകൂടിയ പുരഞ്ജനൻ, അവയിൽ കൂടി വിഭ്രാജിതം എന്ന ആ പ്രദേശത്തേക്ക് യാത്ര ചെയ്യുന്നു. വിഭ്രാജിതം ജനപദം യാതി താഭ്യാം ദ്യുമൽസഖ. അപ്പോൾ ആ 2 ദ്വാരത്തിൽ കൂടിയിട്ട് ആ ദ്യുമൽസഖൻ, ദ്യുമാൻ എന്ന ഒരു സഖാവോട് കൂടിയിട്ട് ആ പുരഞ്ജനൻ താഭ്യാം അവയിൽ കൂടി വിഭ്രാജിതം ആ ജനപദം എന്ന പ്രദേശത്തേക്ക് യാത്ര ചെയ്യണു എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ അതിലത്തെ പദങ്ങൾ ഖദ്യോത എന്നും ആവിർമുഖി എന്നും പേരുള്ള പ്രാഗ്ദ്വാരവും കിഴക്ക് ഭാഗത്തുള്ള 2 ദ്വാരങ്ങൾ ഏകത്ര ഒരേയിടത്ത് നിർമ്മിക്കപ്പെട്ടവയാണ്. ദ്യുമത്സഖ, ദ്യുമാൻ എന്ന അസഖാവോട് കൂടിയിരിക്കുന്ന പുരഞ്ജനൻ, താഭ്യാം അവയിൽ കൂടെ, വിഭ്രാജിതം എന്ന ജനപദം, വിഭ്രാജിതം എന്നുള്ള സ്ഥലത്തേക്കാണ്, ജനപദത്തിലേക്ക് യാത്ര ചെയ്യുന്നു. ഒന്നുകൂടി പറയാം. ഖദ്യോത എന്നും ആവിർമുഖി എന്നും പേരുള്ള പ്രാഗ്ദ്വാരവും കിഴക്ക് ഭാഗത്തുള്ള 2 ദ്വാരങ്ങൾ ഏകത്ര ഒരേയിടത്ത് നിർമ്മിക്കപ്പെട്ടവയാണ്. ദ്യുമത്സഖ, ദ്യുമാൻ എന്ന സഖാവോട് കൂടിയ പുരഞ്ജനൻ, താഭ്യാം അവയിൽ കൂടിയിട്ട്, വിഭ്രാജിതം എന്ന ആ പ്രദേശത്തിലേക്ക് യാത്ര ചെയ്യുന്നു. അപ്പോൾ ഇതിൽ തന്വയം വന്നിട്ട് ഖദ്യോത ആവിർമുഖ ച പ്രാഗ്ദ്വാരൗ ഏകത്ര നിർമ്മിതേ
ദ്യുമത്സഖ താഭ്യാം വിഭ്രാജിതം ജനപദം യാതി. ഒന്നും കൂടി പറയാം. ഖദ്യോത ആവിർമുഖ ച പ്രാഗ്ദ്വാരൗ ഏകത്ര നിർമ്മിതേ ദ്യുമത്സഖ താഭ്യാം വിഭ്രാജിതം ജനപദം യാതി. അപ്പോൾ ഖദ്യോത എന്നും ആവിർമുഖി എന്നും കിഴക്ക് ഭാഗത്തുള്ള ആ രണ്ട് ദ്വാരങ്ങൾ ഒരേ ഇടത്ത് നിർമ്മിക്കപ്പെട്ടവയാണ്. അതുപോലെ ദ്യുമാൻ എന്ന ആ സഖാവോട് കൂടിയിട്ടിരിക്കുന്ന പുരഞ്ജനൻ അവയിൽ കൂടെ വിഭ്രാജിതം എന്ന പ്രദേശത്തേക്ക് യാത്ര ചെയ്യുന്നു. ഇതാണ് ഇതിൻ്റെ അർത്ഥം. ഒരിടത്ത് തൊട്ടായി ഖദ്യോതം എന്നും ആവിർമുഖി എന്നും പേരുള്ള രണ്ട് ദ്വാരങ്ങൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. രാജാവ് അവയിലൂടെ ദ്യുമാൻ എന്ന സഖാവോട് കൂടിയവനായിട്ട് വിഭ്രാജിതം എന്നു പേരുള്ള പ്രദേശത്തേക്ക് സഞ്ചരിക്കുന്നു. ഖദ്യോതം എന്നാൽ മിന്നാമിനുങ്ങ എന്നാണ് അതിൻ്റെ അർത്ഥം. ഇവിടെ ആ ലാക്ഷണികമായിട്ട് കാഴ്ചക്കുറവുള്ള ഇടതു കണ്ണെന്ന അർത്ഥം. പിന്നെ ആവിഹി എന്നാൽ അവ്യയത്തിന് പ്രകാശം എന്നർത്ഥം. ആവിർമുഖി എന്നാൽ കാഴ്ച കൂടുതലുള്ള വലത്ത് കണ്ണ്. വിഭ്രാജിതം എന്നാൽ പ്രകാശമാനം ആയതെന്ന അർത്ഥമാണെങ്കിലും സന്ദർഭോചിതമായിട്ട് ഒരു ദേശവിശേഷം ആണെന്നാണ് അർത്ഥം. ദ്യുമത് എന്നാൽ ശോഭയുള്ളത്. ഇവിടെ ദ്യുമാൻ എന്നത് ഒരു സ്നേഹിതൻ്റെ നാമധേയമാണ്. അപ്പോൾ പുരഞ്ജന ചക്രവർത്തി ദ്യുമാൻ എന്ന സ്നേഹിതനോടുകൂടെ കിഴക്ക് ഭാഗത്ത് തൊട്ട് സ്ഥിതി ചെയ്യുന്ന ഖദ്യോതം, ആവിർമുഖി എന്നീ ഗോപുരദ്വാരങ്ങളിലൂടെ വിഭ്രാജിതം എന്നു പേരായിട്ടുള്ള പ്രദേശത്തേക്ക് യാത്ര പോകുന്നു എന്ന് വാച്യാർത്ഥം. ഇത് അധ്യാത്മപക്ഷത്തിൽ പറയുകയാണെങ്കിൽ വിഭ്രാജം എന്നാൽ രൂപം. ഭ്രാജൃ ദീപ്തൗ എന്ന ധാതുവിൽ നിന്ന് വ്യുൽപ്പന്നമാണ് ആ വിഭ്രാജ ശബ്ദം. ദീപ്തി എന്നാൽ പ്രകാശം. ഇത് അഗ്നിയുടെ ഗുണമാണ്. അഗ്നി എന്നാൽ ജ്യോതിസ്, അതിൻ്റെ തന്മാത്ര രൂപമാണ്. അപ്പോൾ അതിനാൽ വിഭ്രാജം എന്നാൽ രൂപം അഥവാ നേത്രഗോചരം ആയെന്നർത്ഥം. ദ്യുമാൻ എന്നാൽ ചക്ഷുരിന്ദ്രിയം. ഖദ്യോതം ഇടത്തെ കണ്ണ്, ആവിർമുഖി വലത്തെ കണ്ണ്. വലത്തു കണ്ണിനാണ് കാഴ്ചശക്തി കൂടുക എന്നത് ശ്രുതി പ്രമാണം ഉണ്ട്. തസ്മാത് ദക്ഷിണോർധ ആത്മനെ വീര്യവത്തരഃ. ജാഗ്രത അവസ്ഥയിൽ പ്രകാശത്തിൻ്റെ സഹായത്തോടു കൂടിയിട്ട് രണ്ടു കണ്ണുകൾ കൊണ്ടും കാണുന്നുവെന്നാണ് ഈ ശ്ലോകത്തിന് അർത്ഥം വരുന്നത്. അവയിൽ വെച്ച് ഖദ്യോതം, ആവിർമുഖി എന്നത് ആ മുൻവശത്ത് നിർമ്മിച്ചവയാണ്. പുരഞ്ജനൻ ദ്യുമാൻ എന്ന സഖാവോട് കൂടിയിട്ട് ആ ദ്വാരങ്ങളിലൂടെ വിഭ്രാജിതം എന്ന ദേശത്തേക്ക് പോകുന്നു എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ ആ കിഴക്ക് ഭാഗത്തേക്കുള്ള ദ്വാരങ്ങളുടെ നാമധേയങ്ങളും അവയിൽ കൂടെ ആ പുരഞ്ജന രാജാവിൻ്റെ സഞ്ചാരസ്ഥാനങ്ങളെയും പറയുന്നു. കിഴക്ക് ഭാഗത്ത് ഒരു ദിക്കിൽ 2 ദ്വാരങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. ഖദ്യോത, ആവിർമുഖി എന്നാണ് ഓരോന്നിൻ്റെ പേര്. ആ വഴികളിൽ കൂടിയിട്ട് പുരഞ്ജൻ മഹാരാജാവ് ദ്യുമാൻ എന്ന പേരായിട്ടുള്ള സഖാവിനോട് കൂടിയിട്ട് വിഭ്രാജിതം എന്ന് പ്രസിദ്ധമായിരിക്കുന്ന ദേശ വിഭാഗത്തേക്ക് സഞ്ചരിക്കുന്നു. ഇവിടെ ദേഹപക്ഷത്തിൽ അല്പം പ്രകാശിക്കുന്ന സ്വഭാവത്തോടു കൂടിയ ഇടത്തെ കണ്ണിന് ഖദ്യോതം എന്നും അധികം പ്രകാശിക്കുന്ന വലത്തെ കണ്ണിന് ആവിർമുഖി എന്നും പറയുന്നു. നാമധേയം കൽപ്പിച്ചിരിക്കുന്നു. അങ്ങനെ പ്രകാശസ്ഥാനം ആയിരിക്കുന്ന നേത്രത്തിന് തന്നെ ദ്യുമാൻ എന്ന ആ സാമാന്യ നാമധേയം നിശ്ചയിച്ചു. എന്നിട്ട് ആ നേത്രേന്ദ്രിയത്തിൽ കൂടി ദർശനാനന്ദത്തെ ആ ജീവൻ അനുഭവിക്കുന്നതിനെ വിഭ്രാജിതം എന്ന ആ ദേശത്തിലേക്ക് സഞ്ചരിക്കുമെന്ന് ഇവിടെ വർണ്ണിച്ച് കാണിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലത്തെ ആ വ്യാഖ്യാനം നമുക്ക് നോക്കാം. തത്ര ഖദ്യോതാവിർമുഖീതി, അവിടെ അഖദ്യോതം, ആവിർമുഖം ഇതിൽ കൂടി ദ്വാരദ്വയേന ആ 2 ദ്വാരത്തിൽ കൂടി വിഭ്രാജിതം എന്നുള്ള ജനപദം യാതി, ആ ജനപദത്തിലേക്ക് പുരഞ്ജനൻ പോകുന്നു. തത്ര ഖദ്യോതാവിർമുഖീതി, അവിടെ ആ ഖദ്യോതം എന്ന് പറയുന്ന ഇടത്തെ കണ്ണ്, ആവിർമുഖി എന്ന് പറയുന്ന വലത്തെ കണ്ണ്, ഈ 2 ദ്വാരങ്ങളിൽ കൂടിയിട്ട് ദ്വാരദ്വയേന 2 ദ്വാരങ്ങളിൽ കൂടിയിട്ട് വിഭ്രാജിതം പ്രകാശമാനമായിരിക്കുന്ന രൂപം എന്നുള്ള ആ അവസ്ഥയിലുള്ള ജനപദത്തിലേക്ക് യാതി, രൂപങ്ങളെ കാണുന്നു, നയനത്തിലൂടെ കാണുന്നു എന്നുള്ളതാണ് ഇവിടെ പുരഞ്ജനൻ അവിടെ ജീവൻ അവിടെ
കാണുന്നു എന്നുള്ളതാണ്. തത്ര ഖദ്യോദാവിർമുഖീതി ദ്വാരദ്വയേന വിഭ്രാജിതം ജനപദം യാതി ആണ് അതിൻ്റെ വ്യാഖ്യാനം. തത്ര ഖദ്യോദാവിർമുഖീതി ദ്വാരദ്വയേന വിഭ്രാജിതം ജനപദം യാതി. അപ്പോൾ അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. നളിനീ നാളിനീ ച പ്രാഗ്ദ്വാരാവേകത്ര നിർമ്മിതേ അവധൂതസഖസ്താഭ്യാം വിഷയം യാതി സൗരഭം. നളിനീ നാളിനീ ച പ്രാഗ്ദ്വാരാവേകത്ര നിർമ്മിതേ അവധൂതസഖസ്താഭ്യാം വിഷയം യാതി സൗരഭം. നളിനി, നളിനി എന്നും നാളിനി ച നാളിനി എന്നും പേരുള്ള ആ കിഴക്ക് ഭാഗത്തുള്ള 2 ദ്വാരങ്ങൾ ഒരേ സ്ഥാനത്ത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. അവയിലൂടെ അവധൂത സഖാതാഭ്യാം അവധൂതൻ എന്ന സഖാവോട് കൂടിയിട്ട് സൗരഭം എന്നു പേരുള്ള വിഷയം എന്ന പ്രദേശത്തേക്ക് യാത്രയാകുന്നു എന്നർത്ഥം. അങ്ങനെയാണ് നളിനി നാളിനീച പ്രാഗ്ദ്വാരാ വേഗത്ര നിർമ്മിതേ അവധൂത സഖസ്താഭ്യാം വിഷയം യാതി സൗരഭം. നളിനി എന്നും നാളിനി എന്നും പേരോട് കൂടിയിരിക്കുന്ന കിഴക്ക് ഭാഗത്തുള്ള ആ 2 ദ്വാരങ്ങൾ ഒരേ സ്ഥാനത്ത് നിർമ്മിക്കപ്പെട്ടതാണ്. അവയിലൂടെ അവധൂത സഖൻ എന്നു പേരുള്ള ഒരാളോട് കൂടിയിട്ട് സഖാവോട് കൂടിയിട്ട് സൗരഭം എന്ന വിഷയം എന്ന പ്രദേശത്തേക്ക് ആ പുരഞ്ജനൻ യാത്രയാകുന്നു. അപ്പോൾ മുൻഭാഗത്ത് ഒരിടത്ത് തൊട്ട് തൊട്ട് നളിനി നാളിനി പദങ്ങൾ നോക്കാം. നളിനി, നളിനി എന്നും നാളിനി ച നാളിനി എന്നും പേരുള്ള പ്രാഗ്ദ്വാരവും കിഴക്ക് ഭാഗത്തുള്ള 2 ദ്വാരങ്ങൾ ഏകത്ര ഒരേ സ്ഥാനത്ത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. താഭ്യാം അവയിലൂടെ അവധൂത സഖ അവധൂതൻ എന്ന സഖാവോടെ സൗരഭം സൗരഭം എന്ന വിഷയം പ്രദേശത്തേക്ക് യാത്രയാകുന്നു. അപ്പോൾ അതിലത്തെ ആ അന്വയം വന്നിട്ട് നളിനി നാളിനി ച പ്രാഗ്ദ്വാരൗ ഏകത്ര നിർമ്മിതേ താഭ്യാം അവധൂത സഖ സൗരഭം വിഷയം യാതി. എന്നും കൂടി പറയാം. നളിനി നാളിനി ച പ്രാഗ്ദ്വാരൗ ഏകത്ര നിർമ്മിതേ താഭ്യാം അവധൂത സഖ സൗരഭം വിഷയം യാതി. നളിനി എന്നും നാളിനി എന്നും ഈ പേരുള്ള കിഴക്ക് ഭാഗത്തുള്ള 2 ദ്വാരങ്ങൾ ഒരേ സ്ഥാനത്ത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. അവയിലൂടെ അവധൂതൻ നിന്ന് സഖാവോട് കൂടിയിട്ട് സൗരഭം വിഷയം എന്ന പ്രദേശത്തേക്ക് യാത്രയാകുന്നു. മുൻഭാഗത്ത് ഒരിടത്ത് തൊട്ട് തൊട്ട് നളിനി നാളിനി എന്ന നാമങ്ങളോടുകൂടിയ 2 ഗോപുരദ്വാരങ്ങൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ആ പുരത്തിൻ്റെ അധിപൻ അവധൂതൻ എന്ന കൂട്ടുകാരനോടൊപ്പം പുരഞ്ജനൻ ആ ദ്വാരങ്ങളിലൂടെ സൗരഭം എന്ന പ്രദേശത്തേക്ക് പോകുന്നു. നാളം എന്നാൽ കുഴൽ, ദ്വാരം എന്നെല്ലാം അർത്ഥം. ഇവിടെ നാസികാദ്വാരം. നേത്രങ്ങളുടെ കാഴ്ചശക്തി പോലെ വലത്തെ നാസികയ്ക്ക് കൂടുതൽ ഘ്രാണശക്തി ഉണ്ടെന്ന് കാണിപ്പാൻ നാളിനി എന്ന് പറയുന്നത്. നളിനി നാളിനി എന്ന് പറയുന്നത്. അങ്ങനെ ഇടത്തേതിൻ്റെ കുറവാണെന്ന് കാണിപ്പാൻ ഹ്രസ്വമായിട്ട് നളിനി എന്നും നാമകരണം ചെയ്യുന്നു. സൗരഭം എന്ന് പറഞ്ഞാൽ ഗന്ധം. അപ്പോൾ ഗന്ധത്തെ ഗ്രഹിക്കുവാൻ നാസികയാലാണ് സാധിക്കുക. അതുകൊണ്ട് നളിനി നാളിനി ഇവ നാസാദ്വാരങ്ങൾ എന്ന് സങ്കല്പിച്ചത് അവധൂതൻ എന്ന ആ കാറ്റുകൊണ്ട് ഊതപ്പെട്ടത്. അവധൂതം കാറ്റുകൊണ്ട് ഊതപ്പെട്ടത് വായു അഥവാ ഗന്ധവാഹനൻ എന്നർത്ഥം. അപ്പോൾ ജാഗ്രത അവസ്ഥയിൽ കാറ്റ് വീശുമ്പോൾ നാസികകളെ കൊണ്ട് ഗന്ധത്തെ മുകരുന്നുവെന്ന് ശ്ലോക സാരം വരുന്നു ഇവിടെ. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് നളിനി എന്നും നാളിനി എന്നും പേരുള്ള മറ്റു 2 പുരോഭാഗത്തുള്ള സ്ഥാനങ്ങളും ഒരേ സ്ഥാനത്ത് തന്നെ നിർമ്മിക്കപ്പെട്ടതാണ്. ആ പുരസ്വാമി ആ പുരഞ്ജനൻ അർത്ഥം. അവധൂതൻ എന്ന സഖാവോട് കൂടിയിട്ട് ആ ദ്വാരങ്ങളിലൂടെ സൗരഭം എന്ന് പറയുന്ന ദേശത്തിലേക്ക് പോകുന്നു. ഇതൊക്കെ താത്വികമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ താത്വികമായ അർത്ഥം നമ്മൾ ശരിക്കും ഗ്രഹിക്കണം. അപ്പോഴേ ആ പുരഞ്ജനോപാഖ്യാനം നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാവും. അപ്പോൾ കിഴക്ക് ഭാഗത്ത് പിന്നെ അടുത്തടുത്തായിട്ട് ഒരു സ്ഥാനത്തിൽ 2 മാർഗങ്ങൾ ഉണ്ടാക്കപ്പെട്ടിട്ടുണ്ട്. ആ 2-ൽ ഒന്നിന് നളിനി എന്നും മറ്റൊന്നിന് നാളിനി എന്നും പേര്. ആ വഴികളിൽ കൂടെ പുരഞ്ജനൻ അവധൂതൻ എന്നു പേരായ സഖാവോട് കൂടിയിട്ട് സൗരഭം എന്നു പേരായ ദേശത്തിലേക്ക് സഞ്ചരിക്കും. ഇടത്തെ നാസികാദ്വാരത്തിന് നളിനി എന്നും വലത്തേതിന് നാളിനി എന്നും കൽപ്പിച്ചു. അവധൂതൻ എന്ന് നാസികയ്ക്ക് പേര് നിശ്ചയിച്ചു. സൗരഭം എന്നാൽ ഗന്ധം. നാസികയിലൂടെ ആ ഗന്ധത്തെ അനുഭവിച്ച് ആനന്ദിക്കുന്നതിനെ ഇങ്ങനെ ഇതുപോലെ വർണ്ണിക്കുകയാണ് ചെയ്യുന്നത്.
അപ്പോൾ ഇതിലത്തെ ആ വ്യാഖ്യാനം വന്നിട്ട് നളിനി നാളിനീതി ദ്വാരദ്വയേന, നളിനി നാളിനി എന്ന ആ രണ്ട് ദ്വാരങ്ങളിലൂടെ സൗരഭം ജനപദം, സൗരഭം എന്ന ജനപദത്തിലേക്ക് ആ അവധൂതൻ എന്ന സഖാവിൻ്റെ കൂടെ യാത്ര ചെയ്തു, സഞ്ചരിച്ചു ആ പുരഞ്ജനൻ. നളിനി നാളിനീതി ദ്വാരദ്വയേന സൗരഭം ജനപദം യാതി. ആ നളിനി നാളിനി എന്ന് തുടങ്ങിയിരിക്കുന്ന രണ്ട് ദ്വാരങ്ങളിലൂടെ, ആ ഗോപുരദ്വാരങ്ങളിലൂടെ സൗരഭം എന്ന ജനപദത്തിലേക്ക് ആ പുരഞ്ജനൻ പ്രവേശിച്ചു, പോയി. നളിനി നാളിനീതി ദ്വാരദ്വയേന സൗരഭം ജനപദം യാതി എന്നാണ് അതിൻ്റെ ആ വ്യാഖ്യാനം വരുന്നത്. അപ്പോൾ അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. മുഖ്യാനാമ പുരസ്താദ് ദ്വാസ്തയാപണ ബഹൂദനൗ വിഷയൗ യാതി പുരരാഡ്രസജ്ഞ വിപണാൻവിതഃ. മുഖ്യാനാമ പുരസ്താദ് ദ്വാസ്തയാപണ ബഹൂദനൗ വിഷയൗ യാതി പുരരാഡ്രസജ്ഞ വിപണാൻവിതഃ. ആ കിഴക്ക് ഭാഗത്ത് തന്നെ മുഖ്യ എന്ന പേരുള്ള വേറൊരു ദ്വാരമുണ്ട്. അതിലൂടെ ആ നഗരാധിപൻ പുരരാട്ട്, അതിലൂടെ നഗരാധിപൻ രസജ്ഞ വിപണാൻവിത, രസജ്ഞൻ വിപണൻ എന്ന രണ്ട് സഖാക്കളോട് കൂടിയിട്ട് രസജ്ഞ വിപണാൻവിത, രസജ്ഞൻ വിപണൻ എന്ന രണ്ട് ആ സഖാക്കളോട് കൂടിയിട്ട് ആപണം ബഹൂദനം എന്നീ രണ്ട് പ്രദേശങ്ങളിലേക്ക്, ആപണം ബഹൂദനം എന്നീ വിഷയമാകുന്ന രണ്ട് പ്രദേശങ്ങളിലേക്ക് യാത്രയാകുന്നു. പുരസ്താൽ കിഴക്ക് ഭാഗത്ത് തന്നെ മുഖ്യാനാമ, മുഖ്യ എന്ന വേറൊരു ദ്വാരമുണ്ട്. തയ അതിലൂടെ, അതായത് വായയാണ് നമ്മുടെ ഉദ്ദേശിക്കുന്നത്, തയ അതിലൂടെ പുരരാട് ആ നഗരാധിപൻ, അതായത് ആ പുരഞ്ജനൻ, രസജ്ഞ വിപണാൻവിത, രസജ്ഞൻ വിപണൻ എന്ന ആ രണ്ട് സഖാക്കളോട് കൂടിയിട്ട് ആപണം ബഹൂദനവും, ആപണം ബഹൂദനം എന്നീ വിഷയങ്ങളാകുന്ന രണ്ട് പ്രദേശങ്ങളിലേക്ക് യാത്രയാകുന്നു. അപ്പോൾ ആ മുൻഭാഗത്ത് തന്നെ പ്രധാനപ്പെട്ടതായിട്ട് മുഖ്യം എന്ന ഒരു ദ്വാരം കൂടിയുണ്ട്, അതായത് വായ. ആപണം ബഹൂദനം എന്നീ പ്രദേശത്ത് രസജ്ഞൻ വിപണൻ എന്നീ സ്നേഹിതന്മാരോടൊപ്പം പുരത്തിൻ്റെ ഉടമസ്ഥൻ അതിലൂടെ യാത്ര പോകുന്നു എന്നുള്ളതാണ് ഇതിൽ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ആപണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങാടി, ഇവിടെ ഭാഷണം എന്നാണ് വ്യാഖ്യാതാക്കന്മാർ അർത്ഥം കൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ചന്തയിൽ നടക്കുന്നത് കച്ചവടമാണെങ്കിലും ധാരാളം സംസാരമുണ്ട്, ധാരാളം ആളുകൾ സംസാരിക്കുമ്പോൾ അതൊരു ചന്തയാണെന്ന് ഗ്രാമ്യമായിട്ട് പറയാറുണ്ടല്ലോ. അങ്ങനെ ആ ആവണ ശബ്ദത്തിന് ആ ഗൗണീവൃത്തി കൊണ്ട് സാമാന്യധർമ്മ വ്യാപ്തിയിലെ സംഭാഷണം എന്നർത്ഥം നൽകിയിരിക്കുന്നു. ഓദനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നം, ബഹുഓദനം എന്നാണ് സന്ധിയിൽ വരിക. പക്ഷേ സ്ഥലനാമധേയമാക്കാൻ ബഹൂദനം എന്ന് പ്രയോഗിച്ചതാണ്. വിപണനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കച്ചവടക്കാരൻ എന്നാണ് അർത്ഥം. ഓദനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നം, മറ്റത് വിപണനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കച്ചവടക്കാരൻ എന്നാണ് ഇവിടെ അർത്ഥം വരുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥപ്രകാരം വിപണനക്കാരൻ, കച്ചവടക്കാരൻ, വിപണനക്കാരൻ, കച്ചവടക്കാരൻ, അങ്ങനെ വാഗിന്ദ്രിയം എന്ന്. രസജ്ഞൻ എന്നാൽ രസത്തെ അറിയുന്നവർ, രസനേന്ദ്രിയം ആയിരിക്കുന്ന നാവ്. ഇതിനെയൊക്കെയാണ് അവിടെ ഈ ശ്ലോകത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത് ഇങ്ങനെ. അപ്പോൾ ജാഗ്രത അവസ്ഥയിൽ മുഖത്തിലൂടെ സംഭാഷണവും നാക്കിലൂടെ രസാസ്വാദനവും നടക്കുന്നു എന്നർത്ഥം. പുരഞ്ജനൻ ഉള്ള ജീവൻ ഇതൊക്കെ അനുഭവിക്കുന്നു എന്നർത്ഥം. ജാഗ്രത അവസ്ഥയിൽ മുഖത്തിലൂടെ സംഭാഷണവും നാക്കിലൂടെ രസജ്ഞാന സമ്പാദനവും നടത്തുമെന്ന അർത്ഥം. അപ്പോൾ ഇതിൻ്റെ ഇത് വന്നിട്ട് പ്രധാനമായിരിക്കുന്ന ഒരു ദ്വാരം, മുഖ്യമായിരിക്കുന്ന ദ്വാരം കൂടി പുരോഭാഗത്തുണ്ട്. ആ പുരസ്വാമി അതിലൂടെ ആപണം ബഹൂദനം എന്ന ദേശങ്ങളിലേക്ക് വിപണൻ രസജ്ഞൻ എന്ന ആ സഖാക്കളോട് കൂടിയിട്ട് പോകുന്നു.
പ്രധാനമായിട്ടുള്ളൊരു ദ്വാരം കൂടി പുരോഭാഗത്തുണ്ട്. ആ പുരസ്വാമി അതിലൂടെ ആപണം, ബഹൂദനം എന്ന ദേശങ്ങളിലേക്ക് വിപണൻ, രസജ്ഞൻ എന്ന സഖാക്കളോടുകൂടി പോകുന്നു. അപ്പോൾ മുഖദ്വാരത്തിൽ കൂടിയിട്ട് ആ ഭക്ഷണം, കിഴക്ക് ഭാഗത്ത് തന്നെ മുഖ്യ എന്നു പേരുള്ള ഒരു മാർഗമുണ്ട്. രാജാവ് ആ വഴിയിൽ കൂടി ആപണം, ബഹൂദനം എന്നു പേരുള്ള ആപണം, ബഹൂദനം എന്നു പേരുള്ള രണ്ട് ദേശങ്ങളിലേക്ക് ആ രാജാവ് വഴിയിൽ കൂടി ഒന്നുകൂടി പറയാം. കിഴക്ക് ഭാഗത്ത് മുഖ്യ എന്നു പേരുള്ള ഒരു മാർഗമുണ്ട്. രാജാവ് വഴിയിൽ കൂടി ആപണം, ബഹൂദനം എന്നു പേരുള്ള രണ്ട് ദേശങ്ങളെ പ്രാപിക്കുന്നു. ആ ദേശങ്ങളെ കാട്ടിക്കൊടുപ്പാൻ രസജ്ഞൻ എന്നും വിപണൻ എന്നും പേരുള്ള രണ്ട് സഖാക്കൾ ആ പ്രഭുവിനെ സഹായികളായിട്ട് കൂടെ പോകുന്നുണ്ട്. അപ്പം മുഖദ്വാരത്തിൽ കൂടി ഭക്ഷണം സ്വീകരിക്കുന്നത് കൊണ്ടാണ് ശരീരം നിലനിൽക്കുന്നത്. അതിനാൽ മുഖദ്വാരത്തിന് മുഖ്യ എന്നാണ് പേര് കൽപ്പിക്കണം. രസജ്ഞ നാവ്, വിപണനം വാഗിന്ദ്രിയം. ഈ രണ്ട് ഇന്ദ്രിയങ്ങൾ മുഖത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. നാവും ആ വാഗിന്ദ്രിയം ആ മുഖത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വഴിയിൽ കൂടി രണ്ട് ദേശങ്ങളിലേക്ക് രാജാവ് സഞ്ചരിക്കുന്നു. അതിനാൽ ആപണം എന്ന് ആ വാഗ്വ്യവഹാരത്തിനും ബഹൂദനം എന്നത് ആ ഭക്ഷണാദികളെ സ്വീകരിക്കുന്നതിനും നാമധേയത്വം കൽപ്പിച്ചിരിക്കുന്നു. അതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം ആയിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ വ്യാഖ്യാനത്തിൽ മുഖ്യദ്വാരേണ ആപണ ബഹൂദനവും, ആ മുഖ്യദ്വാരത്തിൽ കൂടിയിട്ട് ആപണം, ബഹൂദനം എന്ന ജനപദങ്ങളിലേക്ക്, ജനപദവും യാതി, അവിടേക്ക് ആ പുരഞ്ജരൻ സഞ്ചരിക്കുന്നു. ആ വിഷയങ്ങളിലേക്ക് രസസമ്പാദനവും രസജ്ഞൻ, പിന്നെന്താ ആ വാഗിന്ദ്രിയം, സംഭാഷണം, ഇതൊക്കെ അതിലൂടെ നടക്കണം എന്നർത്ഥം. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മുഖ്യദ്വാരേണ ആപണ ബഹൂദനവും, മുഖ്യദ്വാരത്തിലൂടെ ആപണം, ബഹൂദനം എന്ന ജനപദത്തിലേക്ക് ആ പുരഞ്ജരൻ പോകുന്നു. യാതി മുഖ്യദ്വാരേണ ആപണ ബഹൂദനവും ജനപദവും യാതി. ഈ ശ്ലോകത്തിൽ പറയണം. അപ്പം അത് 49ാമത്തെ ശ്ലോകം. ഇനി 50ാമത്തെ ശ്ലോകം നോക്കാം. പിതൃഹുർനൃപപുര്യാദ്വാർ ദക്ഷിണേന പുരഞ്ജനഃ രാഷ്ട്രം ദക്ഷിണപാഞ്ചാലം യാതിശ്രുതധരാൻവിതഃ. പിതൃഹുർനൃപപുര്യാദ്വാർ ദക്ഷിണേന പുരഞ്ജനഃ രാഷ്ട്രം ദക്ഷിണപഞ്ചാലം യാതിശ്രുതധരാൻവിതഃ. അല്ലയോ രാജൻ, ആ രാജധാനിയുടെ തെക്കുഭാഗത്ത് പിതൃഹു എന്ന ഒരു ദ്വാരമുണ്ട്. ദക്ഷിണദ്വാരത്ത് തെക്ക് ഭാഗത്ത് പിതൃഹു എന്ന ഒരു ദ്വാരമുണ്ട്. അപ്പോൾ പുരഞ്ജനൻ ശ്രുതധരൻ എന്ന സഖാവോട് കൂടിയിട്ട് ആ തെക്കൻ പാഞ്ചാലം എന്ന രാഷ്ട്രം ദേശത്തേക്ക് അതിലൂടെ യാതി പോയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഈ ശ്ലോകത്തിൽ അർത്ഥമാക്കേണ്ടത്. പിതൃഹുർ നൃപപുര്യാദ്വാർ ദക്ഷിണേന പുരഞ്ജനഃ രാഷ്ട്രം ദക്ഷിണപാഞ്ചാലം യാതിശ്രുതധരാൻവിതഃ. അല്ലയോ രാജൻ, ആ രാജധാനിയുടെ ദക്ഷിണ ഭാഗത്ത് പിതൃഹുർ നൃപ പുര്യാദ്വാർ ദക്ഷിണേന ദ്വാരത്തിലൂടെ ആ പുരഞ്ജനൻ രാഷ്ട്രം ദക്ഷിണപാഞ്ചാലം ദക്ഷിണപാഞ്ചാലത്തിലേക്ക് യാതിശ്രുതധരാൻവിതം, ശ്രുതധരൻ എന്ന സഖാവിൻ്റെ കൂടെ അതിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോഴത്തെ പദങ്ങൾ ഹേ നൃപ, അല്ലയോ രാജൻ, പുര്യാഹ രാജധാനിയുടെ ദക്ഷിണേന തെക്കുഭാഗത്ത് പിതൃഹു, പിതൃഹു എന്ന ദ്വാഹ ഒരു ദ്വാരം ഉണ്ട്. പുരഞ്ജനൻ ശ്രുതധാരാന്വിത, ശ്രുതധരൻ എന്നു പേരുള്ള സഖാവോട് കൂടിയിട്ട് ദക്ഷിണ പാഞ്ചാലം തെക്കൻ പാഞ്ചാലം എന്ന രാഷ്ട്രം ദേശത്തേക്ക് അതിലൂടെ ആദി പോയിക്കൊണ്ടിരിക്കുന്നു. എന്നുകൂടി പറയാം. ഹേ നൃപ, അല്ലയോ രാജൻ, പുര്യാഹ രാജധാനിയുടെ ദക്ഷിണേന തെക്കുഭാഗത്ത് പിതൃഹു, പിതൃഹു എന്ന ദ്വാഹ ഒരു ദ്വാരമുണ്ട്. പുരഞ്ജനഃ പുരഞ്ജനൻ
ശ്രുതധരാൻവിത, ശ്രുതധരൻ എന്ന സഖാവോട് കൂടിയിട്ട് ദക്ഷിണ പാഞ്ചാലം, തെക്കൻ പാഞ്ചാലം എന്ന രാഷ്ട്രം, ആ ദേശത്തേക്ക് അതിലൂടെ യാതി പോയിക്കൊണ്ടിരിക്കുന്നു. അതിൽ തന്വയം വന്നിട്ട് ഹേ നൃപ പുര്യാഹ ദക്ഷിണേന പിതൃഹു ദ്വാ പുരഞ്ജനഃ ശ്രുതധരാൻവിത ദക്ഷിണ പാഞ്ചാലം രാഷ്ട്രം യാതി. ഒന്നും കൂടി പറയാം. ഹേ നൃപ പുര്യാഹ ദക്ഷിണേന പിതൃഹു ദ്വാ പുരഞ്ജനഃ ശ്രുതധരാൻവിത ദക്ഷിണ പാഞ്ചാലം രാഷ്ട്രം യാതി. അല്ലയോ രാജൻ, ആ രാജധാനിയുടെ തെക്ക് ഭാഗത്ത് പിതൃഹു എന്ന ഒരു ദ്വാരം ഉണ്ട്. ആ ദ്വാരത്തിലൂടെ പുരഞ്ജനൻ, ആ ശ്രുതധരൻ എന്ന സഖാവോട് കൂടിയിട്ട് തെക്കൻ പാഞ്ചാലം എന്ന രാഷ്ട്രത്തേക്ക്, ദേശത്തേക്ക് അതിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇവിടെ വന്നിട്ട് തെക്ക് ഭാഗത്ത് പിതൃഹു എന്നൊരു ഗോപുരദ്വാരമുണ്ട്. പിതൃഹു എന്ന് പറഞ്ഞ ഗോപുരദ്വാരമുണ്ട്. ശ്രുതധരൻ എന്ന സ്നേഹിതനോട് വന്നിട്ട് ഒരുമിച്ച് പുരഞ്ജനൻ അതിലൂടെ ദക്ഷിണ പാഞ്ചാല രാജ്യത്തേക്ക് യാത്ര ചെയ്യുന്നു. അപ്പം അതോട് ചേർന്നിട്ടുള്ളതാണ് അടുത്ത ശ്ലോകവും. അതാണ് ദേവഹൂർ നാമ പുര്യാദ്വാ ഉത്തരേണ പുരഞ്ജനഃ രാഷ്ട്രമുത്തര പാഞ്ചാലം യാതിശ്രുതധരാൻവിത. അപ്പോൾ ആദ്യം തെക്ക് ഭാഗത്തെയാണ് പറയണത്. അപ്പോൾ തെക്ക് ഭാഗത്ത് പിതൃഹു എന്ന ഗോപുരദ്വാരമുണ്ട്. ആ ശ്രുതധരൻ എന്ന സ്നേഹിതനോടൊത്ത് പുരഞ്ജനൻ അതിലൂടെ ദക്ഷിണ പാഞ്ചാല ദേശത്തേക്ക് യാത്ര ചെയ്യണം. ഇവിടെ പ്രധാനമായ ഒരു ദ്വാരം കൂടി ആ പുരഭാഗത്തുണ്ട്. പുരസ്വാമി അതിലൂടെ ആവണം ബഹൂദനം എന്ന് പറഞ്ഞു പോകുന്നു. പുരിയുടെ വലത്ത് ഭാഗത്ത് പിതൃഹു എന്ന ദ്വാരമാണ്. ആ പുരഞ്ജനൻ ശ്രുതധരൻ എന്ന സഖാവോട് കൂടിയിട്ട് ആ ദ്വാരത്തിലൂടെ ദക്ഷിണ പാഞ്ചാലമായിരിക്കുന്ന ആ ദേശത്തിലേക്ക് പോകുന്നു. ഇവിടെ ആ പുരിയുടെ തെക്ക് ഭാഗത്തുള്ള ദ്വാരത്തിന് പിതൃഹു എന്നും ആണ് പേര്. അതിൽ കൂടി പുരഞ്ജനൻ ശ്രുതധരൻ എന്നു പേരായിട്ടുള്ള ആ സഹായിയോട് കൂടി ചേർന്ന് ആ ദക്ഷിണ പാഞ്ചാല ദേശത്തേക്ക് സഞ്ചരിക്കുന്നു. അപ്പോൾ ഇതിലത്തെ വ്യാഖ്യാനം വന്നിട്ട് പിതൃഹൂർ നാമ ദക്ഷിണദ്വാരം, ആ തെക്ക് ഭാഗത്തുള്ള ദ്വാരത്തിൽ കൂടി, പിതൃഹു എന്നു പേരുള്ള ദ്വാരത്തിൽ കൂടി തേന ദക്ഷിണ പാഞ്ചാലത്തിലേക്ക് ആ പുരഞ്ജനൻ പോകുന്നു. പിതൃഹൂർ നാമ ദക്ഷിണദ്വാരം, പിതൃഹു എന്നു പേരുള്ള ആ തെക്ക് ഭാഗത്തുള്ള ദ്വാരത്തിൽ കൂടിയിട്ട് പുരഞ്ജനൻ ദക്ഷിണ പാഞ്ചാലത്തിലേക്ക് പോകണമെന്ന് പറയുന്നു. അപ്പോൾ അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. ആ 51-ാമത്തെ ദേവഹൂർ നാമ പുര്യാദ്വാ ഉത്തരേണ പുരഞ്ജനഃ രാഷ്ട്രമുത്തര പാഞ്ചാലം യാതിശ്രുതധരാൻവിത. അപ്പോൾ ആ പുരിയുടെ വടക്ക് ഭാഗത്ത് ദേവഹു എന്നു പേര്, തെക്ക് ഭാഗത്ത് പിതൃഹു, ഉത്തരഭാഗത്ത് ദേവഹു എന്ന പേരുള്ള ദ്വാരം, ആ ദ്വാരമുണ്ട്. അതിലൂടെ പുരഞ്ജനൻ ശ്രുതധരാൻവിതനായിട്ട്, ശ്രുതധരൻ എന്നുള്ള അതേ സഖാവോട് കൂടിയിട്ട് ഉത്തര പാഞ്ചാലം എന്ന ദേശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. പുര്യാഹ, പുരിയുടെ ഉത്തരേണ വടക്കു ഭാഗത്ത് ദേവഹൂർ നാമ പുര്യാദ്വാ ഉത്തരേണ പുരഞ്ജന എന്നാ പറഞ്ഞ. അപ്പം പുരിയുടെ ഉത്തരേണ വടക്കു ഭാഗത്തുള്ള ദേവഹു എന്നു പേരുള്ള ദ്വാരമുണ്ട്. പുരഞ്ജനൻ ശ്രുതധരാൻവിത, ശ്രുതധരൻ എന്ന അതേ സഖാവോടുകൂടി ഉത്തര പാഞ്ചാലം, വടക്കൻ പാഞ്ചാലം എന്ന ദേശത്തിലേക്ക് അതിലൂടെ യാതി പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ അന്വയം വന്നിട്ട് പുര്യാ ഉത്തരേണ ദേവഹൂ നാമ ദ്വാ പുരഞ്ജനഃ ശ്രുതധരാൻവിതഃ ഉത്തര പാഞ്ചാലം രാഷ്ട്രം യാതി. എന്നും കൂടി പറയാം. പുര്യാഹ ദേവഹൂ നാമഃ ദ്വാ പുരഞ്ജനഃ ശ്രുതധരാൻവിതഃ ഉത്തര പാഞ്ചാലം രാഷ്ട്രം യാതി. പുരിയുടെ ആ വടക്കു ഭാഗത്ത് ദേവഹു എന്ന ആ ദ്വാരമുണ്ട്. പുരഞ്ജനൻ ആ ശ്രുതധരൻ എന്ന സഖാവോട് കൂടിയിട്ട് ഉത്തര പാഞ്ചാലം എന്ന ആ ദേശത്തിലേക്ക് അതിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ പിതൃണാം വടക്കു ഭാഗത്ത് ദേവഹു എന്നു പേരുള്ള ഗോപുരമുണ്ട്. ആ ശ്രുതധരനോടൊത്തു തന്നെ ആ പുരഞ്ജനൻ അതിലൂടെ ഉത്തര പാഞ്ചാലത്തിലും സഞ്ചരിക്കുന്നു എന്നർത്ഥം. പിതൃണാം ആപഹ
പിതॄണാമാപഹ്വാനമനേന ഭവതീതി പിതൃഹൂ എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. പിതॄണാം ആഹ്വാനമനേന പിതൃഹൂ ഭവതീതി. അതുപോലെ ദേവാനാം ആഹ്വാനമനേന, പിതൃക്കളുടെ ആഹ്വാനം അനവധി ആഹ്വാനത്തോട് കൂടിയിട്ട് ഭവിക്കുന്ന അതിനെ പിതൃഹു. ദേവന്മാരുടെ അനേകം ആഹ്വാനത്തോട് കൂടി ഭവിക്കുന്നതിന് ദേവഹു എന്നുള്ള വിഗ്രഹവാക്യങ്ങൾ വരിക. അപ്പോൾ പിതൃസംബന്ധികളായ കാര്യങ്ങൾ ശ്രവിക്കുന്നത് പിതൃഹു. അതുപോലെ ദേവസംബന്ധികളായിരിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് ദേവഹു. അപ്പോൾ പിതൃയാനത്തിനും ദേവയാനത്തിനും ഉതകുന്നവയെന്നാണ് സാരം. പിതൃയാനത്തിനും ദേവയാനത്തിനും ഉതകുന്ന ആ രണ്ട് ദ്വാരങ്ങൾ, ഒന്ന് വലത്തെ ചെവി കൊണ്ട് പിതൃകാര്യം, ഇടത്തെ ചെവി കൊണ്ട് ദേവകാര്യം. പിതൃയാനം പ്രവൃത്തവും ദേവയാനം നിവൃത്തവും ആണെന്ന് സപ്തമം ആ 15-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഒന്നുകൂടി പറയാം. ആ പിതൃസംബന്ധികളായിട്ടുള്ള കാര്യങ്ങൾ ശ്രവിക്കുന്നത് പിതൃഹു, ദേവകാര്യങ്ങളായിട്ടുള്ള സംബന്ധികൾ ശ്രവിക്കുന്നത് ദേവഹു. അപ്പോൾ പിതൃയാനത്തിനും ദേവയാനത്തിനും ഉതകുന്നവയെന്ന് സാരം ഈ രണ്ട് ചെവികൾ ആണ് തെക്ക് ഭാഗത്തും ഉത്തരഭാഗത്തും ഉള്ളത്. അപ്പോൾ ആ പിതൃയാനം ദേവയാനം ഒന്ന് പ്രവൃത്തം, പിതൃയാനം എന്ന് പറയുന്നത് പ്രവൃത്തവും ദേവയാനം എന്ന് പറയുന്നത് നിവൃത്തവുമാണ്. അപ്പോൾ അതിന് ഇവ രണ്ടിനും ഉതകുന്ന ശാസ്ത്രമാണ് പാഞ്ചാലം എന്ന് പറയുന്നത്. പാഞ്ചാലാനാം വിഷയാണാം പ്രകാശനായ അലം എന്നാണ് പാഞ്ചാലം എന്നുള്ളതിൻ്റെ ആ വ്യാഖ്യാനം. അപ്പോൾ പിതൃഹുർ ദക്ഷിണഃ കർണ ഉത്തരോ ദേവഹൂ പിതൃയാനം ദേവയാനം ശ്രോത്രാത് ശ്രുതധരാത് വ്രജേത്. അപ്പോൾ വലതു ചെവിക്കാണ് കൂടുതൽ ശ്രവണശക്തി, ഇടതിന് അല്പം കുറയും. പിതൃക്കളുടെ ദിശ തെക്കാണെന്നും ഋഗ്വേദം. ആച്യാജാനു ദക്ഷിണതോ പിതൃക്കളുടെ നിഷദ്യേമം ഋഗ്വേദ സൂക്തത്തിൽ പറയുന്നുണ്ട്. പിതൃക്കൾക്കോട് തെക്ക് ഭാഗത്ത് ഇരുന്നിരുളാൻ പ്രാർത്ഥിക്കും. ഇതമുത്തരാൽ എന്നീ ശ്രുതങ്ങളാൽ സ്വർലോകം ഉത്തര ദിശയിലാണെന്നും സിദ്ധിക്കുന്നു. അപ്പോൾ ശ്രുതധരൻ എന്ന രാജപക്ഷത്തിൽ സഖാവിൻ്റെ നാമധേയം, അധ്യാത്മപക്ഷത്തിൽ വേദജ്ഞൻ എന്നാണ് ആ ശ്രുതധരൻ എന്ന് പറയുന്ന ആ സഖാവിൻ്റെ പേര്. അപ്പോൾ രാജ്യപക്ഷത്തിൽ ആ ബാഹ്യാശ്വൻ്റെ പുത്രന്മാരായിരിക്കുന്ന മുദ്ഗലൻ, സൃഞ്ജയൻ, ബൃഹദിഷു, യവീതരൻ, കൃമിലാശ്വൻ എന്നിവരുടെ രാജ്യങ്ങളാണ് പാഞ്ചാലങ്ങൾ. രാജ്യപക്ഷത്തിൽ പറയുകയാണെങ്കിൽ ബാഹ്യാശ്വൻ എന്ന് പറഞ്ഞ രാജാവിൻ്റെ പുത്രന്മാരായിരിക്കുന്ന മുദ്ഗലൻ, സൃഞ്ജയൻ, ബൃഹദിഷു, യവീതരൻ, കൃമിലാശ്വൻ എന്നിവരുടെ രാജ്യങ്ങളാണ് പാഞ്ചാലങ്ങൾ. പാഞ്ചാലം എന്ന് പറയും. ബാഹ്യാശ്വതനയാ പഞ്ചസ്ഫീതാ ജനപദാവൃതാ മുദ്ഗലഃ സൃഞ്ജയശ്ചൈവ രാജാ ബൃഹദിഷുസ്തഥാ യവീതരശ്ച വിക്രാന്തഃ കൃമിലാശ്വശ്ച പഞ്ചമഃ. ബ്രഹ്മപുരാണത്തിൽ പറയുന്നുണ്ട്. ഇവയിൽ സൃഞ്ജയ വംശത്തിലാണ് ദ്രുപദനും മറ്റും. അതാണ് ദക്ഷിണ പാഞ്ചാലം. രാജ്ഞാ ദക്ഷിണ പാഞ്ചാലൻ ദ്രുപദേനാഭിരക്ഷിതാൻ ഭാരതത്തിൽ പറയുന്നുണ്ട്. അതിന് വടക്കേത് ഉത്തര പാഞ്ചാലം, മധ്യത്തിൽ കുരുജാങ്കലം. പാഞ്ചാലദേശം ആസാദ്യ മധ്യേന കുരുജാങ്കലാൻ വാൽമീകി രാമായണത്തിൽ പറയുന്നുണ്ട്. അപ്പം പഞ്ച എന്ന ശബ്ദത്തിന് ശാസ്ത്രം എന്നർത്ഥമുണ്ട്. നാരദ പഞ്ചരാത്രം മറ്റും പ്രസിദ്ധമാണ്. കർമ്മകാണ്ഡം ആദ്യം വേണ്ടതിനാൽ ദക്ഷിണേന എന്നാദ്യം പറഞ്ഞത് അതുകൊണ്ടാണ്. പിന്നെ ജ്ഞാനകാണ്ഡത്തെ ഉത്തരേണ എന്നും. ഇവിടെ ആ ദക്ഷിണേന ഉത്തരേണ ക്രമത്തിൽ ദക്ഷിണസ്യാം ഉത്തരസ്യാം സപ്തമി എന്ന ആ അർത്ഥത്തിൽ ദക്ഷിണേനേതി ന തൃതീയ കിന്തു ദക്ഷിണസ്യ ഉത്തരേണേതി ഏനപന്യ തരസ്യാമദൂരേ പഞ്ചമ്യ. അങ്ങനെയുള്ള ആ ജാഗരണ സൂത്രങ്ങളിലൂടെ ആ ജാഗ്രത അവസ്ഥകളിൽ ദക്ഷിണകർണത്തിലൂടെയും പിതൃയാന സംബന്ധികളായിരിക്കുന്ന ശാസ്ത്രങ്ങളും ദക്ഷിണകർണത്തിലൂടെയാണ്
പിതൃയാന സംബന്ധികളായിട്ടുള്ള ശാസ്ത്രങ്ങളും ശ്രവിക്കുന്നത്. ഉത്തരകർണത്തിലൂടെയാണ് ദേവയാന സംബന്ധികളായിട്ടുള്ള ശ്രുതികളുടെ ശ്രവണവും ചെയ്യുന്നത് എന്നുള്ള അർത്ഥം. അപ്പോൾ ഇവിടെ വന്നിട്ട് ആ പുരിയുടെ പുരിയുടെ വലത്ത് ഭാഗത്ത് പിതൃഹു എന്ന ദ്വാരമാണ്. പുരഞ്ജനൻ ശ്രുതധരൻ എന്ന സഖാവോട് കൂടിയിട്ട് ആ ദ്വാരത്തിലൂടെ ദക്ഷിണ പാഞ്ചാലം എന്ന ദേശത്തിലേക്ക് പോകുന്നു. പുരിയുടെ ഇടത്തുഭാഗത്ത് ദേവഹു എന്നു പേരുള്ള ദ്വാരമാണ്. ആ പുരഞ്ജനൻ ശ്രുതധരൻ എന്ന സഖാവോട് കൂടി ഉത്തര പാഞ്ചാലം എന്ന രാജ്യത്തേക്ക് ആ ദ്വാരത്തിലൂടെ പോകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ആ പുരിയുടെ തെക്ക് ഭാഗത്തുള്ള പിതൃഹു എന്ന പേർ, അതിൽ കൂടി പുരഞ്ജനൻ ശ്രുതധരൻ എന്ന പേരായ സഹായിയോട് കൂടി ചേർന്ന് ദക്ഷിണ പാഞ്ചാല രാജ്യത്തേക്കും, വലതുഭാഗത്തുള്ള ശ്രോത്രത്തിന് പിതൃഹു എന്ന പേര് നിശ്ചയിച്ചു. പിതൃദേവന്മാരെ തൃപ്തിപ്പെടുത്തുന്ന കർമ്മങ്ങൾ നടത്തേണ്ടുന്ന മാർഗത്തെ ബോധിപ്പിക്കുന്ന കർമ്മകാണ്ഡ ശ്രുതിയെ ആ ദക്ഷിണ കർണത്താൽ ധരിക്കേണ്ടതാണ്. ആ വേദവിധി ജീവാത്മാവ് ആ കർമ്മകാണ്ഡ ജ്ഞാനത്തെ ശ്രവണേന്ദ്രിയ സഹായത്താൽ സമ്പാദിക്കുന്നതിനെ ദക്ഷിണ പാഞ്ചാല രാജ്യ സഞ്ചാരത്വേനെ വർണ്ണിച്ചിരിക്കുന്നു. ശ്രുതധരൻ എന്നാൽ ആ ശ്രവണേന്ദ്രിയത്തെ സൂചിപ്പിക്കുന്ന പേര്. അതുപോലെ പുരിയുടെ വടക്ക് ഭാഗത്തുള്ള ദ്വാരത്തിന് ദേവഹു എന്നാണ് പേര്. പുരഞ്ജനൻ ആ മാർഗത്തിൽ കൂടി ശ്രുതധരൻ എന്ന സഹായിയോടുകൂടി തന്നെ ഉത്തര പാഞ്ചാലം എന്ന ദേശത്തിലേക്ക് പ്രാപിക്കുന്നു. ഇടത്തെ കർണത്തിൻ്റെ ദേവഹു എന്ന പേർ നിശ്ചയിച്ചത് ദേവന്മാരെ ആഹ്വാനം ചെയ്യുന്ന മന്ത്രവാദികളെ ഗ്രഹിക്കേണ്ടത് ഈ കർണത്തിൽ കൂടെയാണെന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ്. കർമ്മകാണ്ഡ ശ്രവണാനന്തരം സ്വർഗാദി ലോകങ്ങളെ പ്രാപിക്കാൻ ഉപകരിക്കുന്ന മാർഗങ്ങളെ ബോധിപ്പിക്കുന്ന ഉപാസനാകാണ്ഡ ശ്രവണത്തെ വിവരിക്കുന്നു. ഉപാസനാകാണ്ഡ ശ്രവണത്തെയാണ് ഈ കർണത്തിലൂടെ, ഇടത്തെ കർണത്തിലൂടെ ശ്രവിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഹരേ കൃഷ്ണ.